പഠിപ്പിക്കല്ലേ കേട്ടോ. ദീനീ രംഗത്ത് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി. ആമീൻ. നസീഹത്ത് കാര്യങ്ങളോട് എന്തൊക്കെ പറയാം, അവർക്ക് കൊടുക്കാനുള്ള നസീഹത്തുകളോട് ദീനിനെ പറ്റി പറയാൻ നടന്മാരോടൊക്കെ ആണെങ്കിൽ അതുപോലെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. താലിബീനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ ഓർക്കൽ സുന്നത്തില്ലാത്ത ഒരു വിഭാഗമാണ് താലിബീനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റുള്ളവർക്കൊക്കെ മരണത്തെ ഓർക്കൽ നമ്മൾ മരണത്തെ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മരണത്തെ ഓർക്കുന്നില്ല, അവരുടെ ചിന്തയില്ല. ഒരു ദിവസം 5 തവണ ഏതായാലും നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ക്യാൻറ്റീൻ്റെ ഭാഗത്തേക്ക് പോകണം. ചിലവർ ആ കാലത്ത് ഉറക്കം പോവാതിരിക്കാൻ വേണ്ടി 4 നേരം ചുറ്റുന്നവരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം കാലത്ത് ഒരു ചായ പോകും. ആ ചായ പറ്റിയാണ് പറഞ്ഞത്. ചിലരെന്ത് ചെയ്യും, ആ ഉറക്കം പോവാതിരിക്കാൻ വേണ്ടി ആ ചായ കുടിച്ചാൽ ഉറക്കം പോയാൽ ആണ്. ഇത് നാസ്തയ്ക്ക് പോകും, ചോറ് കഴിക്കാൻ വേണ്ടി പോകും, പിന്നെ 4 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകും, പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ. ഇതിൻ്റെ ഇടയിൽ ബാത്റൂമിക്കും പിന്നെ കുളിക്കാൻ പിന്നെ കുളി, അതുപോലെ കുളിക്കണോളി, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കളി, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആ വഴി ഇങ്ങനെ ഇറങ്ങുന്നു. ആ വഴി ഇറങ്ങുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി എത്രയോ കവറുകളുണ്ട്. നമുക്ക് ഒരു ദിവസം ഒരു തവണയെങ്കിലും ആ ചിന്ത വരാതിരുന്നത് സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാം ഇന്നുമായി ബന്ധപ്പെട്ട് ആ ഒരു ചിന്തയിലായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് പോകാതിരുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു. അതായത് നിങ്ങൾക്ക് മരണത്തെ ഓർക്കൽ സുന്ദരത്തില്ല, അല്ലെങ്കിൽ ആരുടെ വിഷയങ്ങളിലേക്ക് കടന്നാൽ അവരുടെ ഇങ്ങനെ ബാധിക്കും എന്ന നിലക്കാണ് ആ ഒരു സുന്ദരത്തിൽ നമ്മളിൽ നിന്ന് ഒഴിവാകാൻ കഴിയും. നാം യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ കാര്യമാവാൻ നാം ഓരോരുത്തർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നപ്പോഴോട് പറഞ്ഞു, ഇത് 2 സ്ഥാനങ്ങളുണ്ടായി. നാം ഓരോരുത്തരും ചിന്തിച്ചു, നാം എത്ര ആത്മാർത്ഥമായിട്ടുണ്ട്. ഇത് 2 സ്ഥാനങ്ങളില്ലാത്ത ഓരോരുത്തരും ആരും കളിയാക്കാതെ പ്രയത്നിക്കാൻ വേണ്ടി പറയുന്നു. നാം ഓരോരുത്തരും ചിന്തിച്ചു, ഇന്ന് 2 സ്ഥാനങ്ങളുണ്ടായി. നാം എത്ര പോകുന്നു? ഇന്നത്തെ എത്രയോ ടൈമൊക്കെ ഒഴിവാണ് സത്യങ്ങളിൽ. അപ്പൊ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ പാഠങ്ങൾ ഒരു ദിവസം എല്ലാ നേരം പഠിക്കണമെന്നില്ല. 12 മണി പോട്ടെ, 3 മണി പോട്ടെ, 8 മണി പോട്ടെ, അതൊന്നും എല്ലാ സമയത്തും. അപ്പൊ കാലത്ത് സുരക്ഷിതാരം കഴിഞ്ഞാൽ 8 മണി വരെ 2 മണിക്കൂറുണ്ടാവും. 1 മണിക്കൂറെങ്കിലും നമുക്ക് കാലത്ത് ചായ കുടിച്ച് 10 മണി വന്ന 12 മണി 2 മണിക്കൂർ അരമണിക്കൂർ നമുക്ക് ചോറ് കഴിച്ചു 1:30, പിന്നെ 3:30, 3 മണി വരെ ആ 1.5 മണിക്കൂറിന്റെ ഇടയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ചായ കുടിക്കാൻ പോകാം. ഒന്നാം ദിവസം, 2ാം ദിവസം, പിന്നെ സമാധിക്ക് പോകേണ്ടത്. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തിന് എത്രമാത്രം വില നമ്മൾ കൊടുക്കുന്നു. ഒരു താല്പര്യത്തെ സംബന്ധിച്ചിടത്തോളം അവന് യഥാർത്ഥത്തിൽ ഒന്ന് പഠിക്കാനൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ